തിരികെ സ്വാഗതം. ഇന്ന് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ വന്ന ജില്ല അത് ഇടുക്കിയിൽ നിന്നാണ്. ഒരു രാത്രിയിലെ ദുരിതപ്പേത്തിൽ നഷ്ടങ്ങളുടെയും തീരാവേദനയുടെയും കണക്കുകൾ മാത്രമാണ് ഇടുക്കിയിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്നത്. ജെയിനസ് രാജു ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ആ വാർത്തകൾ, വിവരങ്ങൾ, ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച വ്യക്തിയാണ്. ജെയിൻ, സങ്കടപ്പെയ്ത്തായിരുന്നു ശരിക്കും ഈ ഒരു പകൽ ഇടുക്കിയിലുണ്ടായത്. പലയിടത്തും ഗതാഗതം ഇപ്പോഴും സാധാരണ നിലയിലേക്കായിട്ടില്ല. പലയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി, ജീവൻ വരെ നഷ്ടമായി. ജില്ലയിലെ ഒരു പൊതു സാഹചര്യം എന്താണ്? ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ? വിനോദയാത്രയ്ക്കൊക്കെ എനിക്ക് തോന്നുന്നു ഈ റെഡ്, ഓറഞ്ച് അലേർട്ടുകൾ പിൻവലിക്കുന്നത് വരെ നിരോധനമുണ്ടെന്ന്. ആര്യ, തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ മണിക്കൂറുകൾ എന്ന് പറയുന്നത് ഇടുക്കിയെ സംബന്ധിച്ച് നാശം വിതച്ച സമയങ്ങളാണ്. ഏതാണ്ട് 9 ഉരുൾപൊട്ടലുകൾ, 72ലേറെ മണ്ണിടിച്ചിലുകൾ ഈ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. 2 ജീവനുകൾ നഷ്ടമായി, 9 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 14ഓളം വീടുകളാണ് പൂർണ്ണമായും ഇല്ലാതായത്. ഏതാണ്ട് 60ലേറെ വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഈ ഓരോ കുടുംബങ്ങളുടെയും ജീവിതവും അവരുടെ സംരക്ഷണവുമാണ് ഇല്ലാതായിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. കഴിഞ്ഞ രാത്രി മാത്രമാണ് അതിശക്തമായ മഴ പെയ്തത്. അതിനു മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ അലർട്ടുകൾ ഉണ്ടായിരുന്നു, ഓറഞ്ച് അലേർട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്രത്തോളം മഴ ശക്തമായിരുന്നില്ല. ഒരുപക്ഷെ നമ്മൾ ഓറഞ്ച് അലേർട്ടിൽ പ്രതീക്ഷിക്കുന്ന അത്രയും മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ, മുന്നറിയിപ്പുള്ള ദിവസങ്ങളിൽ പോലും ഉണ്ടായില്ല. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെയാണ് തുടർച്ചയായി നിർത്താതെ പെയ്യാൻ തുടങ്ങിയത്. ഏതാണ്ട് ഒരു രാത്രി കൊണ്ട് തന്നെ വലിയ നാശനഷ്ടം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അടൂർ മലയിൽ നമുക്കറിയാം, സുമതി എന്ന വീട്ടമ്മ കൊല്ലപ്പെട്ടു. അതോടൊപ്പം തന്നെ കോലാഹലമേട്ടിൽ പ്രഭാകരൻ നായർ എന്ന് പറയുന്ന ആൾ വൈക്കത്ത് നിന്ന് ബന്ധുവീട്ടിൽ താമസിക്കാനായിട്ട് എത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായി. കൂടാതെ ഇതിലൊന്നും പെടാത്ത ഒരുപാട് ദുരന്തങ്ങൾ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം പ്രധാനപ്പെട്ട നാശങ്ങൾ മാത്രമാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിയിട്ടുള്ളത്, അതല്ലെങ്കിൽ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് എത്തിയിട്ടുള്ളത്. പല സ്ഥലത്തും നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്, കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരുപക്ഷെ മുൻപ് ഉണ്ടായതിന് സമാനമായി, അല്ലെങ്കിൽ മുൻപൊക്കെ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായി, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നാശമുണ്ടായി എന്നുള്ളതാണ് ഈ കഴിഞ്ഞ മഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ടൂറിസം മേഖലയിൽ വലിയ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയപാതകൾ വലിയ അപകട ഭീഷണി നേരിടുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നു. നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകൾ പൂർണ്ണമായും ജില്ലയിലേക്ക് വരരുത് എന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയ്ക്ക് പൂർണ്ണ നിരോധനമാണ് ജില്ലാ കളക്ടർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയുണ്ട്, 183. ആ പാതയിൽ പല സ്ഥലത്തും ഇത്തരത്തിൽ അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും 35 മൈൽ മുതൽ കുട്ടിക്കാനം വരെയുള്ള ഭാഗത്ത് അവിടെ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. വലിയ പാറക്കല്ലുകൾ ഉരുണ്ടു വീണ് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇത്ര വലിയ നാശനഷ്ടം ഈ പ്രദേശത്ത് ഉണ്ടായപ്പോഴും അതുവഴിയുള്ള ഗതാഗതം വലിയ കുരുക്കാണ് ആ മേഖലയിൽ ഉണ്ടായത്. വിനോദസഞ്ചാരികളും മറ്റുള്ളവരുമൊക്കെ അധികമായി ജില്ലയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു പ്രശ്നം ഇത്തരം ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സമ്പൂർണ്ണമായി വിനോദസഞ്ചാര മേഖലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാഹസിക വിനോദങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സിപ്പ് ലൈൻ, കയാക്കിംഗ്, അങ്ങനെയുള്ള വിനോദസഞ്ചാര പദ്ധതികളുണ്ട്. അതിനൊക്കെ പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ ഈ നിയന്ത്രണങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പോലീസിന്റെ സഹായം തേടും എന്നുള്ളതാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ആര്യ.